അപ്പോൾ എന്താണ് ഈ ബസ് അങ്ങോട്ട് പോകണം. ആ ബസ് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് പോയി അവിടെ ആളുകളെ ഇറക്കാന്നുള്ളതാണ് എൻ്റെ റേഷൻ കാർഡ് എന്തിനാണ്? റേഷൻ കാർഡിന് ഇന്ന ഗുണങ്ങളുണ്ട്, ഇതാണ് അതിന്റെ ലക്ഷ്യം, നിങ്ങൾക്ക് പേര്. അപ്പൊ എല്ലാത്തിനും നമ്മുടെ വ്യവഹാരികമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാത്തിനും ഓരോരോ ലക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതേ ലക്ഷ്യങ്ങള് നമ്മൾ പ്രാപഞ്ചികമായിട്ട് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ ലക്ഷ്യം അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ചില സമയങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. പൊതുവായിട്ട് ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഞെട്ടിപ്പോകും. കാര്യം എല്ലാ ഫലങ്ങളും അതിനൊരു ഉള്ളിലൊരു കുരു ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിത്തുണ്ടാവും. അപ്പൊ വിത്തിനെ പല ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫലത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ. അപ്പൊ ഉള്ളി എടുത്ത് നോക്കുമ്പോൾ കുരുവില്ല, ഭയങ്കര എത്തീസമാണ്. ഉള്ളി എന്ന് പറയുന്ന സാധനം തന്നെ എത്തീസത്തിന്റെ സിമ്പിളായിട്ട് എടുക്കാം. ഒരു സെന്ററോ ഒന്നും ഇല്ലാത്തൊരു സാധനം. ഇതേ കണക്കാണ് ഈ മുന്തിരി, ചിലപ്പോ കുരു ഇല്ലാത്ത മുന്തിരി, അത്ഭുതമല്ലേ? അപ്പൊ ഈ സാധനം എന്തിനാണ് ഈ കുരുവില്ലാതെ മുന്തിരി ഉണ്ടാവുന്നത്, എന്താണ് അതുകൊണ്ടുള്ള ഫലം നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഇങ്ങനെ വിപുലീകരിച്ച് പോകുമ്പോഴാണ് എന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, എന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ ലക്ഷ്യം തേടുക. നമ്മളെ രീതി, നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഓരോരോ ഡേറ്റകൾ എങ്ങനെയാണോ വിശകലനം ചെയ്യുന്നത്, അതേ കണക്കാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, പ്രാപഞ്ചികമായ കാര്യങ്ങൾ വിശകലനം. അല്ലെ? ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഇത് തന്നെ പറയാറുണ്ട്, ആരെ ഉണ്ടാക്കി എന്നൊരു ചോദ്യം. ഇത് ശാസ്ത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു ഉണ്ടാക്കലിന്റെ ആവശ്യമില്ല എന്നാണ് ശാസ്ത്രം. ഉള്ള ഒരു കാര്യം പിന്നെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചത്ത പാമ്പിനെ വീണ്ടും വിട്ട് അടിച്ചു കൊല്ലുന്നതിന് തുല്യം. പക്ഷെ നമ്മളുടെ ലോജിക്ക് അതല്ല. നമ്മൾ നോക്കുമ്പോൾ പരിപ്പട ഉണ്ടാക്കിയത് പരിപ്പട ഉണ്ടാക്കിയാണ്, പരിപ്പടക്കാരൻ. കസര ഉണ്ടാക്കിയത് ആശാരി, ചോക്കുണ്ടാക്കിയ ചോക്കർ, ഡസ്റ്റർ ഉണ്ടാക്കിയ ഡസ്റ്റർ. ഇങ്ങനെ ഓരോന്നിനും പിന്നിൽ ഓരോ. വേവ് ഉണ്ടാക്കിയാലോ വേവറർ, തിരമാല. കാറ്റുണ്ടാക്കിയ കാറ്റർ, അതാണ് വായു ഭഗവാൻ. തീ ഉണ്ടാക്കുന്നത് തീ ഭഗവാൻ. ഈ ഓരോന്നിന്റെ പിന്നിലും ഓരോ ആളുകളുണ്ട്. ഇത് നമ്മളുടെ ഒരു ഡിഫറൻസ്. എല്ലാ ഗോത്രങ്ങളിലും ഇത് വരുന്നുണ്ട്. എല്ലാ ഗോത്രങ്ങളിലെയും മനുഷ്യന്റെ ഭാവന പോകുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഏജന്റിനെ സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ഈ മേക്കർ തിയറി വരുന്നത്. ഓരോ സാധനം ഓരോരുത്തരുണ്ടാക്കി. അപ്പൊ ലോകം മുഴുവനുണ്ടാക്കി, പ്രപഞ്ചം മുഴുവനുണ്ടാക്കി. അത് വേറെ ആളായിരുന്നുണ്ടാക്കി. അയാൾ എവിടെയാണ്? അയാൾ എവിടെയും കാണാൻ, അയാൾ മേളിലിരിക്കുകയാണ്. മേളിൽ എന്നുള്ള സങ്കല്പം തെറ്റാണ്. കാര്യം പരന്ന ഭൂമിയിലാണ് മേളും താഴെ വരുന്നത്. പരന്ന ഭൂമിയിലാണ് മുകളിലും താഴെ എന്നുള്ള കൺസെപ്റ്റ് തന്നെ പരന്ന ഭൂമിയാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ മുകളിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തോട്ട് നോക്കാണ്. യു ആർ ലുക്കിംഗ് ഔട്ട്. നമ്മള് ഭൂമി എന്ന് പറയുന്ന ഈ ഗുരുത്വാകർഷണ കിടങ്ങില് നിന്നും നമ്മൾ സ്പേസിലേക്ക് തുറച്ച് നോക്കുകയാണ്. നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള ഇല്യൂഷൻ കാരണമാണ് നമുക്ക് ആകാശം എന്ന് പറയുന്ന നീല നിറമൊക്കെ തോന്നുന്നത്. അല്ലാതെ ആകാശം അങ്ങനെ ഒരു സാധനമില്ല. നമ്മുടെ ചതുർഭുജ സിദ്ധാന്തത്തിൽ പറഞ്ഞ ആകാശമാണ്, അല്ല സോറി പഞ്ചഭൂത സിദ്ധാന്തം. ചതുർഭുജത്തിൽ ആകാശം കളഞ്ഞിട്ടുണ്ട്. അതൊരു വിഷ്വൽ ഇല്യൂഷനാണ്. ആകാശം ഉണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് റോക്കറ്റ് ഒന്നും വിടാൻ പറ്റില്ല. അതൊക്കെ പക്ഷെ പഴയ ആൾക്കാർക്ക് റോക്കറ്റ് ഒന്നും വിട്ട് പറ്റിയാലില്ലല്ലോ. ഭാവിയിലേക്ക് ഒരു വിധാനിച്ചു വെച്ചിരിക്കുന്നു ആകാശം നിനക്ക് വേണ്ടി, അവിടെ നിന്ന് മഴയെടുത്ത് ആരോ എടുത്ത് ഒഴിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ ഒരു രാസപരമായ ഘടനാപരമായിട്ടുള്ള നമ്മുടെ തലച്ചോറിന്റെ രീതിയാണ് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക്. അപ്പോ പർപ്പസ് സീക്കിങ്ങിലേക്ക് ഞാൻ വീണ്ടും എത്താം. പർപ്പസ് സീക്കിങ് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ കാട്ടുതീ ഉണ്ടാകുന്നതിന്, കാട്ടുതീ ഉണ്ടാകുന്നത് അഗ്നി എന്ന് പറയുന്ന ദൈവത്തിന് ആഹാരം ഇല്ലാതെ നിന്ന് അദ്ദേഹം വളരെ ഹംഗ്രി ആയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വേറെ ഒരു വലിയ ദേവേന്ദ്രനോട് പറഞ്ഞു, ഞാൻ ഈ കാടിനെ തിന്നോട്ടെ എന്ന് പറയുന്നു. അദ്ദേഹം വന്നിട്ട് കാടിനെ തിന്നുന്നു. അങ്ങനെ കാടില് അതിനേക്കാൾ എളുപ്പമാണ് കാട്ടുതീ എന്ന് പറയുന്നത്. ഇന്നത്തെ മനുഷ്യനാണ് ഈ കാട്ടുതീയെ ഡിഫൈൻ ചെയ്യാൻ പറയും. ഏതോ ഒരാള് കണ്ട് കൊള്ളി ഒടിച്ച് ഇട്ടതാണ്. ഇതിനെങ്ങനെ വെറുതെ എങ്ങനെ കാട്ടുതീ ഉണ്ടാകുന്നത്? ഈ ഉണക്ക മരങ്ങള് തമ്മിൽ ഉരസി 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 സ്വയം കാട്ടുതീ ഉണ്ടാവുക, തനിയെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് വളരെ അചിന്ത്യമായി. എന്തെങ്കിലും കാര്യം തനിയെ ഉണ്ടായി സ്വയം ഇവോൾവ് ചെയ്തു എന്ന് പറയുക എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സങ്കല്പിക്കുന്നത് പ്രപഞ്ചം സ്വയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വയം ഉണ്ടാകുന്നത്? ഒരാൾ വേണ്ടേ? അപ്പൊ കാട്ടുതീക്ക് പിന്നിൽ ഒരു കാട്ടുതീയൽ ഉണ്ടാവണം. ആരാണ് ഈ തിരമാലകളെല്ലാം തള്ളിവിടുന്നത്? ഇതാണ് പർപ്പസ് സീക്കിങ്ങിന്റെ അടിസ്ഥാനം. ഇത് ഈ മതചോദ്യങ്ങളെല്ലാം. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജനിക്കുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ ഒരു യാത്രയ്ക്ക് തുടക്കം കൊടുക്കും. നമ്മുടെ ജീവിതത്തെ ഒരു യാത്രയായി സംഘിക്കും. എളുപ്പമാണ്, മസ്തിഷ്കത്തിന് വളരെ എളുപ്പമാണ്, വളരെ പരിചിതമായ ഒരു കാര്യം. അപ്പൊ യാത്രയാകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടോ പോകുന്നു ഞാൻ എന്നുള്ള ഒരു
ഇത് പർപ്പസ് സീക്കുക, ഒരു ലക്ഷ്യം ആരോപിക്കാനായിട്ടുള്ള മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഡിഫോൾട്ട്സ്. എപ്പോഴും ലക്ഷ്യം. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? അടിസ്ഥാനം മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലക്ഷ്യമാണ്. അല്ല, അതിനൊരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ലക്ഷ്യം. ചിലവരെ മോക്ഷമാണ് ലക്ഷ്യം. അങ്ങനെ ഒരു അങ്ങനെ എല്ലാവരും മോക്ഷം, അങ്ങനെ നല്ല ഉത്തരങ്ങളുണ്ട് മതത്തിലെ പഠിക്കും. ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന്, എല്ലാം ഉത്തരങ്ങളാണ്. മോക്ഷത്തിനായിട്ടാണ് ജീവിക്കുന്നത്. ഇതെല്ലാം ചെയ്താൽ എന്ത് ചെയ്യും? മോക്ഷം കിട്ടും. അല്ലെങ്കിൽ അവിടെ പോയി കൂറിമാരെ കിട്ടും, മദ്യപ്പുഴ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ഇങ്ങനെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. അത് ആ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ള ഒരു മസ്തിഷ്ക പ്രവണത. അത് കാര്യം വെച്ചാൽ നമ്മൾ ഈ കാണുന്നതിനെല്ലാം എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്ക് ആരോപിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പരിചിതമായിട്ടുള്ള ഡേറ്റകളിൽ പരീക്ഷ നടത്തുന്നത് എന്തിനാണ്? നിങ്ങളുടെ മെറിറ്റ് അറിയും. പഠിക്കുന്നത് എന്താണ്? ജോലി വാങ്ങിക്കുക. കല്യാണം കഴിക്കുന്നതിന് കുടുംബജീവിതം, കുട്ടികൾ. അതെന്തിന്? മരുന്ന് കഴിക്കുന്നതിന് രോഗം മാറും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പ്രപഞ്ചത്തെ എന്തിനാണ് ഈ പ്രപഞ്ചം? അതൊരാളുണ്ടാക്കി, അതിന് ഇന്ന ലക്ഷ്യമുണ്ട്. എന്തിനാണ് മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അതിന് ഇന്ന അവസ്ഥകളുണ്ട്. ഇത് അടിസ്ഥാനപരമായ മസ്തിഷ്കത്തിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്. ഒരു പാറക്കൂട്ടങ്ങളെ കാണുമ്പോൾ എന്തിനാണ് ഈ പാറക്കൂട്ടങ്ങൾ? ചില ഗോത്രവർഗ്ഗങ്ങൾ ഈ പാറക്കൂട്ടങ്ങൾ ഒരു കുട്ടിയുടെ ദ്വൈത മനസ്സാണ്. കുട്ടി എപ്പോഴും ശരി ഈ പാറക്കൂട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ പോത്ത്, പശു, അതിനൊക്കെ കൊണ്ടുവരുന്ന അതിന്റെ പുറകുവശം ഉരസ്ഥാനാണ് ഈ പാറക്കൂട്ടങ്ങൾ. വളരെ എളുപ്പമാണ്. ഒരു പർപ്പസ് ഉണ്ടാക്കുകയാണ്, ഒരു ലക്ഷ്യം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നതാണ് മനുഷ്യന്റെ മസ്തിഷ്കം. അന്ധവിശ്വാസങ്ങളെയൊക്കെ അല്ലെങ്കിൽ അനാചാരങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്ന ചില സാധനങ്ങളാണ് ഞാൻ ഈ 4-5 പറഞ്ഞത്. ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റീവ്, ഏജൻസി ഡിറ്റൻഷൻ ഡിവൈസ്, പർപ്പസ് സീക്കിംഗ്, പാറ്റേൺ സീക്കിംഗ്, ഏജന്റ് സീക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ ന്യൂമറിക്കൽ സെലക്ഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി കഴിച്ച് നമുക്കൊരു ബലമാണ്, സ്വയം പോലും അവിശ്വസിക്കും പലപ്പോഴും. ഇനി മറ്റൊരു അന്ധവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയും. നമ്മൾ കോഗ്നിറ്റീവ് സയൻസിൽ തന്നെ പറയുന്ന കാര്യം. അതായത് ചില ആൾക്കാർ അവർ ഏതെങ്കിലും ഒരു പന്താവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. നമുക്കൊരിക്കലും നമ്മുടെ മസ്തിഷ്കത്തെ ഫ്രീ ആക്കാൻ പറ്റില്ല. ഫ്രീ ആക്കണമെങ്കിൽ ഒരുപാട് ജോലി. നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കത്തിനെതിരെ തന്നെ പൊരുതേണ്ടി. പലപ്പോഴും ഈ ശാസ്ത്രീയമായ സമീപനം വളരെ കുറച്ച് ആൾക്കാരെ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളതിൽ അത്ഭുതമില്ല. കാരണം അവർക്ക് ശാസ്ത്രീയമായ രീതിയല്ല ആദ്യമേ പരിചയമെങ്കിൽ അവരുടെ സെറ്റ് പാറ്റേണിൽ നിന്ന് മാറുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ മാത്രമായില്ല, കുറച്ച് ധൈര്യം ഉണ്ടായിട്ട് കൂടി അതുപോലെ ആയില്ല. ഞാൻ ഇന്നലെ ഒരു സദസ്സിൽ പറഞ്ഞോണം, നിങ്ങളൊരു എത്തീസ്റ്റ് ആണെങ്കിൽ, ഒരു നാസ്തികനാണെങ്കിൽ അത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. പൈസ കയ്യിലില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി. കാര്യം ഒരു ജോലി ഇല്ലാത്തവൻ ഇതും പറഞ്ഞു നടന്നാൽ അതിന്റെ വലിയ ബുദ്ധിമുട്ടാവും. എല്ലാ പൈസയൊക്കെ ഉണ്ട്, ഒരു ഡോക്ടറൊക്കെയാണ് ഒക്കെ ആണെങ്കിൽ ഓക്കെ റൈറ്റ്, ഞാനൊരു എത്തീസ്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, മറ്റേ ചിലപ്പോൾ കച്ചവടം നടത്താൻ പോലും പറ്റില്ല. ഇപ്പൊ മലപ്പുറത്തൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ നാസ്തികനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കില്ല, അവനെ ഒറ്റപ്പെടുത്തുകയാണ്, സമൂഹത്തിന്റെ പുറത്തേക്കാണ്, ചീമിട്ട പോലെ കളയുകയാണ്. അപ്പോൾ അതിന് പൈസയും കൂടെ ആവശ്യമാണ് എന്നുള്ള അവസ്ഥയാണ്. ധൈര്യം മാത്രം പോരാ, തിരിച്ചറിവ് മാത്രം പോരാ, ജ്ഞാനം മാത്രം പോരാ, ബോധം മാത്രം പോരാ, പണം കൂടി വേണം ഒരു ശാസ്ത്ര ബോധത്തോട് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ. അത്രമാത്രം ഇരുട്ടി വ്യാപിക്കുന്നത്. ഈ ഇരുട്ടിലൊക്കെ ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും വെച്ചാൽ എത്ര കടുത്ത താമസിൽ നമ്മളൊരു ചെറിയ ഒരു വിളക്ക് കത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു ദീപം കത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രകാശം കത്തിച്ചാൽ അത്രയും ഇരുട്ട് മാറും. അതൊരു പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഈ വിഷയം ഞാൻ ഇങ്ങനെ ഇന്നലെയോട്ട് ചോദിക്കുന്നത് എന്താണ് ഈ പരിപാടിയുടെ രൂപം, എനിക്ക് പിടികിട്ടില്ല. ഇവിടെ വന്നപ്പോൾ എൻ്റെ എല്ലാ സംശയങ്ങളും മാറിയാൻ വളരെ സന്തോഷമാണ്. അതൊന്ന് പറയാൻ ഞാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് കോഗ്നിറ്റീവ് ഡിസണൻസിനെ കുറിച്ച്. കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ, മുംബൈയിലും റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ചാലക്കമ്പോളത്തിൽ ചെറിയ തേങ്ങ കിട്ടാത്ത അവസ്ഥയാണ്. അന്ന് കിട്ടത്തില്ല, എല്ലാ ഇവന്മാരും വാങ്ങിച്ചോളൂ. ഈ ശാസ്ത്ര അജ്ഞന്മാർ ഇവന്മാർ വാങ്ങിച്ചോണ്ട് അടിയും പൊട്ടിക്കും ബഹളവും ഒക്കെ. കാര്യം ഇവർ വരുന്ന എവിടെ നിന്നാണ്? ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഒരു അഗ്രഹാരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നോ മതപരമായ ജീവിതം നയിച്ച് മതപരത മസ്തിഷ്കത്തിൽ പേറുന്ന ഒരു വ്യക്തിയാണ് BSc പഠിക്കുന്നത്, MSc പഠിക്കുന്നത്, അല്ലെങ്കിൽ PhD എടുക്കുന്നത്. കാര്യം ഈ സാധനം ചോദ്യം ചെയ്യപ്പെടുക, ഈ സാധനത്തിനുള്ള എല്ലാ ചോദ്യങ്ങളും റദ്ദാക്കപ്പെടുകയാണ്. അക്കാര്യം നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ മറ്റേത് അത് വളരെ പുതിയ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് എങ്ങനെയാണ് റിലേറ്റിവിറ്റി തിയറി വർക്ക് ചെയ്യുന്നത് സംസാരിക്കാം. ഓക്കെ, പക്ഷെ ഇത് വേണം. അപ്പൊ ഇത് എക്സ്ക്ലൂഷനാണ്.
ചില പഴയ ആൾക്കാർ പറയല്ലേ ഈ കുളിക്കുമ്പോ ഈ കൈ നനയില്ല, രാജീവ് ഗാന്ധി കുളിക്കുമ്പോ ഈ കൈ നനയില്ല എന്താണ്? എന്നിട്ട് പറയും നമ്മള് അവരെ കളിച്ചോണ്ട് ഇതെന്റെ കൈയല്ലേ, ഇതെങ്ങനെ രാജീവ് ഗാന്ധി കുളിക്കുമ്പോ നനയില്ല? അപ്പൊ ഇങ്ങനെ നനയാതെ പിടിച്ചുകൊണ്ട് കുളിക്കുന്ന ആ കൈയാണ് മതവിശ്വാസം. ബാക്കി എല്ലാവരും നനയുന്നുണ്ട്. യുക്തിയുക്തമായിട്ട് ശാസ്ത്രബോധത്തോടെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നു. സ്വന്തം മതവിശ്വാസം ഒഴികെ. ഇനി വേറൊരു മതവിശ്വാസം എടുത്തു നോക്കെ, ഒരു മുസ്ലിമിന്റെ കൈ കൊടുക്കുകയാണ് ഇങ്ങനെ പാർവതിയും ശിവനും കൂടെ ഇങ്ങനെ ഗണപതിയും കൂടെ. എന്ത് ഇത്? അവന് പുച്ഛമാണ്. അവന്റെ യുക്തി അവിടെ ഇങ്ങനെ പത്തി വിരിച്ചാടുകയാണ്. കാരണം അവന്റെ ഒരു കഥ എടുക്കുമ്പോ നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്വന്തം മതവിശ്വാസം മാത്രമാണ് അവിടെ എല്ലാം ഓഫ് ചെയ്യുക. യുക്തി ഓഫ് ചെയ്യുക, ആ സ്വിച്ച് ഓഫ് ചെയ്യുക, ബുദ്ധി ഓഫ് ചെയ്യുക, അവലോകന ശേഷി ഓഫ് ചെയ്യുക, വികാരം മാത്രം എടുക്കും. വേറെ ഒരുത്തന്റെ അതാണല്ലോ അന്യമത പുച്ഛം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഒരു മതവിശ്വാസി ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് അന്യമത പുച്ഛം ഇല്ലെങ്കിൽ നിങ്ങൾ മതവിശ്വാസി അല്ലെന്ന് തന്നെ. സ്വന്തം മതമാണ് ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കാതെ നിങ്ങൾ എങ്ങനെ ഒരു മതവിശ്വാസി ആവും? പറഞ്ഞൊക്കെ നടക്കാം എനിക്ക് എല്ലാ മതവും ഒരേപോലെയാണ്, അത് കാപട്യമാണ്. എല്ലാ മതവും ഒരേപോലെ ആണെങ്കിൽ ഒരു മതവിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, സാത്വികമായിട്ട് പറ്റില്ല. പിന്നെ എന്ത് വേണേലും പറയാലോ. മന്ത്രിമാര് ഞാൻ അഴിമതി ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു മന്ത്രിക്ക് വേണേൽ പറയാം അല്ലേ? ഞങ്ങള് ജാതി നോക്കിയല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഒരു രാഷ്ട്രീയക്കാരനും പറയാം. ഇങ്ങനെ പറയാം. പക്ഷെ കാര്യം അതാണ് ഞാൻ പറഞ്ഞ മതേതരത്വം എന്നൊക്കെ പറയുന്ന അടിസ്ഥാനപരമായ മതേതരത്വം നിങ്ങൾ അംഗീകരിച്ചാലില്ലേ ഞാൻ പറയും. ശരിക്കും ഒരു നാസ്തികമായിട്ടുള്ള ഒരു നിലപാടില്ലെങ്കിൽ ശരിയായ മതേതരത്വം സാധിക്കില്ല. എപ്പോഴും നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരു ചായ ഉണ്ടാവും. ഇപ്പൊ നാസ്തികതയിൽ തന്നെ പറയുന്നത് ഹിന്ദു നിരീശ്വരവാദിയാണോ, മുസ്ലിം നിരീശ്വരവാദിയാണോ, ക്രിസ്ത്യൻ നിരീശ്വരവാദിയാണോ എന്ന് ചോദിക്കുന്നത്. അത് അവിടെ പോലും ആ ഒരു ഡിവിഷൻസ്. അത് മതം എന്ന് പറയുന്നത് റിലീജിയസ് റേഡിയേഷൻ ഇറ്റ്സ് എവരിവെയർ. നിങ്ങൾ കുടിക്കുന്ന ആഹാരത്തിലും കഴിക്കുന്ന ആഹാരത്തിലും, കുടിക്കുന്ന വെള്ളത്തിലും, പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലും, ധരിക്കുന്ന വസ്ത്രങ്ങളിലും മതമുണ്ട്. നിങ്ങൾ ഒരു വരി എഴുതുമ്പോൾ മതം കയറി കയ്യെ പിടിക്കുന്നില്ലേ? അപ്പൊ എഴുതുന്ന കൈ എന്നും ഉണ്ടാവണം എന്നുള്ള ബോധം അവിടെയാണ്. ഇതൊരു വലിയ ഒരു സോഷ്യൽ സാമൂഹ്യമായിട്ടുള്ള ഒരു ചൂഷണ സംവിധാനം എന്നുള്ളത് മാത്രമല്ല, അതൊരു ടോർച്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ മക്കിന്റെ പിന്നിലൊക്കെ ഞങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴും ഒക്കെ ഈ ഒരു ബോധം അപ്പോഴും ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും വെട്ടുപോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. വൈകാരികമായിട്ട് ബുദ്ധിപരമായി നേരിടാനോ അല്ലെങ്കിൽ ചിന്താപരമായി നേരിടാനോ വിസമ്മതിച്ചുകൊണ്ട് വൈകാരികമായി നേരിടുന്ന ഒരു കൂട്ടം ആൾക്കാരോടാണ് നമ്മൾ സംവദിക്കുന്നത്. അവർക്കെല്ലാം ജസ്റ്റ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് എല്ലാം ഇന്നില്ല എന്ന് പറഞ്ഞ് പോവാം. മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവര് അങ്ങനെ പോവില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മതം സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലും അത് അതിന്റെ ചിന്താ വൈശിഷ്ട്യം കൊണ്ടോ അതിന്റെ താത്വിക വൈശിഷ്ട്യം കൊണ്ടോ ഒന്നും അല്ല, മറിച്ച് ഒന്നാന്തരം വയലൻസ് ആണ് മതത്തിന്റെ എക്കാലത്തെയും. ഈ വയലൻസ് റിസോർട്ട് ചെയ്യാത്ത ഒരു മതവും അതിജീവിച്ചിട്ടില്ല. ബുദ്ധിസമൊക്കെ ഇവിടുന്ന് ഓടിപ്പോയതിന്റെ കാര്യം. ബുദ്ധിസം